കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ചരിത്രം ഉറങ്ങുന്ന കർബല. ഇറാഖിലെ കർബല എന്ന ചെറുനഗരത്തിനും കൊല്ലത്തെ കർബല എന്ന കവലയ്ക്കും തമ്മിൽ ബന്ധമുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളായ ബ്രിട്ടീഷ് സൈനികർ തമ്പടിച്ചിരുന്ന മൈതാനമാണ് കൊല്ലത്തെ കർബല. ഷിയാകളുടെ പുണ്യനഗരമായ ഇറാഖിലെ കർബലയോട് ആദരസൂചകമായാണ് പ്രദേശത്തിന് കർബല എന്ന പേര് നൽകിയത്. പട്ടാളക്കാരിവിടെ പള്ളി സ്ഥാപിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു. ഇറാഖിലെ കർബലയിൽ AD 7-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹള ഷിയാകളുടെ സമൂലനാശത്തിന് വഴിയൊരുക്കി. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജാമാതാവും 4ാമത്തെ ഖലീഫയുമായ അലിയെ AD 661-ൽ സുന്നി വിഭാഗക്കാർ കൊലപ്പെടുത്തി. തുടർന്ന് ഉമയ്യദിയൻ ഖലീഫയായി സ്ഥാനമേറ്റെടുത്തു. ഷിയ നേതാവും അലിയുടെ മകനുമായ ഹുസൈൻ ഇബ്നു അലിയും അനുയായികളും ഉമയ്യാറിൻ്റെ സ്ഥാന ആരോഹണത്തെ എതിർത്തു. അലിയുടെ മക്കളാണ് മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പിന്മുറക്കാരെന്നും അവർക്കാണ് ഖലീഫ പദവിക്ക് അർഹതയെന്നുമുള്ള വാദത്തിന്മേലായിരുന്നു തർക്കം. ഷിയാകൾ ഹുസൈനെയാണ് പ്രവാചകന്റെ പിൻഗാമിയായി അംഗീകരിച്ചത്. AD 680-ൽ ഹുസൈനും കുടുംബവും യസീദിനാൽ വധിക്കപ്പെട്ടു. ഹുസൈനെ കർബലയിലെയും അച്ഛൻ അലിയെ അൻതാജയിലുമാണ് സംസ്കരിച്ചത്. കർബലയിലെ ഹുസൈൻ്റെ ശവകുടീരം കാലക്രമത്തിൽ ഷിയാകളുടെ ആരാധന കേന്ദ്രമായി വികസിച്ചു. AD 1801-ൽ കർബലയിൽ വഹാബി വിഭാഗക്കാർ ആക്രമണം നടത്തി. നശിപ്പിക്കപ്പെട്ട ആരാധനാലയം ഷിയകൾ പിന്നീട് പുതുക്കിപ്പണിതു. പിന്നീട് ഇറാഖിനെതിരായ അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സൈനിക ആക്രമണത്തിൽ കർബല എന്ന ചരിത്ര നഗരി നാമാവശേഷമാക്കപ്പെട്ടു. സ്വർണ്ണ താഴികക്കുടവും ഗോപുരങ്ങളും ഉള്ള ഇവിടം ഇസ്ലാമിക വാസ്തുവിദ്യകളുടെ മകുട ഉദാഹരണമാണ്. ഇറാഖിലെ ഷിയകൾ ഹജ്ജ് തീർത്ഥാടനം തുടങ്ങുന്നത് കർബലയിൽ നിന്നാണ്. കൊല്ലത്തെ കർബലയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം 1912ഓടെ പിൻവാങ്ങി. കർബല ട്രസ്റ്റിൻ്റെ അധീനതയിലാണ് ഇന്ന് കൊല്ലത്തെ ഈ സ്ഥലം. വർഷങ്ങളായി ഇവിടെ കർബല ദിനവും ആചരിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.